എത്ര നല്ല ഉറക്കം കഴിഞ്ഞൊന്ന് എണീറ്റാലും പിന്നെയും പിന്നെയും ഫോണിലെ നോട്ടിഫിക്കേഷനൊക്കെ നോക്കി ഉറങ്ങുന്ന ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള ഒരു ജീവിയാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാ, തുടങ്ങല്ലേ? രാവിലെ തന്നെ ഉറക്കം കഴിഞ്ഞാൽ ഫോൺ നോക്കുന്നത് അത്ര നല്ല ശീലമല്ല എന്നാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്. അത് നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ക്വിക്കായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇൻഹിബിറ്റ് ആയി കഴിഞ്ഞാൽ വലിയ കാര്യമില്ലല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ അറിയാമെങ്കിലും നമുക്കിപ്പോൾ ഫോണില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്നാണ്. പക്ഷേ ഇപ്പോൾ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മൊബൈൽ ഫോണിലാണെന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ അലാറവും എല്ലാം അതിലാണുള്ളതല്ലേ. അപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. എന്ത് കൂറ ഡയലോഗാണല്ലേ. രാവിലെ തന്നെ ഇങ്ങനെ ചളി വാരി വിതറാൻ എന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കിടന്നുറങ്ങി. അതുകൊണ്ട് ഇന്ന് 9:30 ആയപ്പോൾ തന്നെത്താനെ ഞാൻ അങ്ങോട്ട് ഉറക്കം. സാധാരണ ഇതല്ല എൻ്റെ സമയം. ഞാൻ 12 മണിയാവാതെ ഉറക്കം. സാധാരണ ഉറക്കം കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ഫോൺ എടുത്തിട്ട് അമ്മയെ വിളിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെയാണ് സാധാരണ വിളിക്കാറ്. ഇന്നിപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, കാരണം അതേ ഫോണിൽ തന്നെയാണ് ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ഒരു മിനിറ്റ് കണ്ടോ, നമ്മളെപ്പോൾ ബാത്റൂമിൽ കയറിയാലും അപ്പോൾ ടാങ്കിലെ വെള്ളം തീരും. ഞാൻ പോയിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ടിട്ട് വരാം. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അമ്മയെ വിളിക്കാറാണ് പതിവ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് സൂര്യപ്രകാശം എൻ്റെ മുഖത്തോട്ട് കൊള്ളിക്കും. അത് വേറൊന്നിനുമല്ല, എൻ്റെ ഉറക്കച്ചടവ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കാരണവന്മാരായിട്ട് എന്നൊരു ഭംഗിയുണ്ട്, കോലുണ്ട്. ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഞാൻ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ വളരെയധികം ഫ്ലോപ്പാണ്. പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ഞാൻ റീസെൻ്റായിട്ട് ഏതൊരു വീഡിയോയിൽ കണ്ടൊരു സംഗതിയാണ്. അതായത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കഴുകുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അഴുക്കൊക്കെ അങ്ങ് പോവും. അല്ലാതെ നമ്മൾ പ്ലെയിൻ വൃത്തിയില്ലാത്ത കൈ കൊണ്ട് ഫേസ് വാഷ് എടുത്ത് പതപ്പിച്ച് മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ ആ ഡസ്റ്റും പൊടിയും അഴുക്കും എല്ലാം നമ്മുടെ ഫേസിലാണ് ആവുന്നത്. സോ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ച് വൃത്തിക്ക് മുഖം ഇരിക്കും, പൊടി അഴുക്കൊന്നും ഇല്ലാതെ. ഞാൻ സാധാരണ ഉറക്കം ഒരു സമയമല്ലത്. ഓൾമോസ്റ്റ് ഒരു 11:30 അല്ലെങ്കിൽ 12 o'clock ആവാതെ ഞാൻ ഉറക്കം. ഇന്നലെ ആണെങ്കിൽ സൺഡേ ആയിരുന്നതുകൊണ്ടും നേരത്തെ കിടന്നുറങ്ങിയത് കൊണ്ടുമാണ് ഇന്ന് 9:30 എഴുന്നേറ്റേക്കണേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, 9:30 എണീറ്റത് എന്തായാലും നന്നായി. കാരണം വീഡിയോയും കൂടെ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം ക്യാമറ സെറ്റ് ചെയ്യണം, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് ലാഗ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ എണീറ്റത് കൊണ്ട് ആ ടൈമൊക്കെ കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആവുമല്ലോ. അതല്ല, ഇതിപ്പോൾ വർക്ക് റൂട്ടീൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് സ്ലീപ്പിംഗ് ഷെഡ്യൂളും സ്കിൻ കെയർ റൂട്ടീനും ഒക്കെയാണല്ലോ പറയണത്. നമുക്ക് വേണ്ടതൊന്നും ഇല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. അപ്പോൾ ഏകദേശം ഒരു 1.5 കൊല്ലത്തോളമായിട്ട് ഞാൻ അക്യൂറ്റി സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ മെഡിക്കൽ സ്ക്രൈബ് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് വരുന്നത് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 മുതൽ രാത്രി 2:30 വരെയാണ്. 2:30 എന്ന് പറയുമ്പോൾ കറക്റ്റ് 2:30ക്ക് തീരത്തൊന്നുമില്ല, ചിലപ്പോൾ ഒരു 3 മണിയൊക്കെ ആവും കേട്ടോ. ദോശ ഉണ്ടാക്കാതെ എങ്ങനെയാണ് ദോശ കഴിക്കുന്നതെന്ന് നോക്കണ്ട. ഇത് ആക്ച്വലി അബി പോകുന്നതിന് മുന്നേ കുക്ക് ചെയ്തിട്ട് പോയതാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫുൾ ചാർജ് അബിക്കാണ് നൽകിയിരിക്കുന്നത്. ലഞ്ചും ഡിന്നറിൻ്റെയും ചാർജാണ് എനിക്ക്. അപ്പോൾ അബി പോകുന്നതിന് മുന്നേ ദോശയോ ഇഡലി അങ്ങനെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് പോകും. ഞാനത് കഴിക്കും. പിന്നെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എനിക്ക് കുക്കിങ്ങും കൂടെ ഉള്ളൊരു ദിവസമാണ്. സാധാരണ ഞാൻ പച്ചക്കറികളൊക്കെ തലേന്ന് രാത്രി തന്നെ അരിഞ്ഞ് വെക്കാറുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ സൺഡേ ആയതുകൊണ്ട് വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി നിന്നിട്ട് പച്ചക്കറികളൊന്നും അങ്ങനെ അരിഞ്ഞ് വെക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇനി വേണം എനിക്ക് കുക്ക് ചെയ്യാൻ. അതിന് മുന്നേ ആയിട്ട് ഞാൻ വേഗം പോയിട്ട് തുണികളൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിടട്ടെ. തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമുള്ള ജോലിയാണെങ്കിലും അത് കൊണ്ടുവിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക്കാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു വീക്കിൽ ഏറ്റവും സ്ലോ ആയിട്ടുള്ള ദിവസം മൺഡേ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഈ വീക്കെൻഡിൻ്റെ ഹാങ് ഓവറൊക്കെ ഒന്ന് കഴിഞ്ഞ്
തിരിച്ച് മൺഡേ ജോലിയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മൺഡേ സിക്നസ് നല്ലതുപോലെയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കിന്ന് കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനിന്ന് പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയും മോര് കാച്ചിയതും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സവാള ഗിരിഗിരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ്. ഇത് ആദീസ് കുക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ ഒരു ഷോർട്സ് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കുക്കിങ്ങിൻ്റെ സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഒരു പ്രൊഫഷണലിസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ മാത്രം. പക്ഷേ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വെറും ഒരു ശിശു. ഒരു റെസിപ്പി ബുക്കൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി അരി കഴുകി അടുപ്പത്തിടുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ മോര് കാച്ചിയതും കൂടെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രിഡ്ജിനകത്താണെങ്കിൽ തൈര് ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഇന്നലെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് കുറച്ച് ഉണക്കമീൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കമീനും പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടിയും വെച്ചിട്ട് ഇന്നത്തെ ലഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. സാധാരണ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനർജറ്റിക് ആയിരിക്കും. ഇന്നാണെങ്കിൽ എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാനും വയ്യ. പക്ഷേ വീഡിയോ എടുക്കണം എന്നുള്ളത് കൊണ്ടും ആ ഒരു വീഡിയോ എടുക്കണം എന്നുള്ള ഒരു എനർജിയുടെ മുകളിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. കുക്കിങ്ങും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുഖത്തുള്ള മൺഡേ സിക്നസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. എനിവേ, ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ഫോട്ടോ ഗ്രിഡാണ്. ഈ ഫോട്ടോ ഗ്രിഡ് കുറേ നാളായിട്ട് അവിടെ പൊടി പിടിച്ചിരിക്കുവാണ്. കൊണ്ടുവരണം, ഈ ചുമരിൽ തന്നെ തൂക്കണം എന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നു. കാരണം ഈ ചുമരിൽ ഓൾറെഡി 2 ആണികളുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് തൂക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. പക്ഷേ ട്രെയിനിൽ ഈ വലിയ ഫോട്ടോ ഗ്രിഡൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയുന്നത് പോലെ പപ്പയ്ക്കാണെങ്കിൽ മലപ്പുറത്തുനിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പം മലപ്പുറത്തുനിന്ന് കാറ് ട്രിവാൻഡ്രത്തേക്കോ എറണാകുളത്തേക്കോ പുറപ്പെട്ടാലും അമ്മയാണെങ്കിൽ ഡിക്കിക്കകത്ത് കുറേ തേങ്ങയും മാങ്ങയും പച്ചക്കറികളൊക്കെ വാരിയിടും. അങ്ങനെ അമ്മ ഇന്നലെ കുറച്ച് തേങ്ങയും മാങ്ങയും പച്ചക്കറികളൊക്കെ വാരിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഫോട്ടോ ഗ്രിഡും കൂടെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫോട്ടോ ഗ്രിഡ് ഇവിടെ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ആമസോണിൽ നിന്നൊരു കൊല്ലം മുന്നേ വാങ്ങിയിട്ടുള്ളൊരു സാധനമാണ്. ഇതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ LED ലൈറ്റ്, അതിൻ്റെ കൂടെ ഈ ലീവ്സ്, പിന്നെ ഈ ഫോട്ടോ ഗ്രിഡ്, ഇതൊരു കോംബോ ആയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അങ്ങനെ നമ്മളത് ഒരുവിധം ഘടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറത്താണെങ്കിൽ ഫോട്ടോസ് തൂക്കുകയാണ്. ഇത് ഞാൻ പണ്ടെങ്ങാണ്ടും എടുത്തു വെച്ച ഫോട്ടോസാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ 3 ബാറ്ററിയുടെ ഒരു ആവശ്യമുണ്ട്. ബാറ്ററി ഇല്ല. അപ്പോൾ അബിയോട് ഞാൻ ബാറ്ററി മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കിട്ടുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടുണ്ട്. നമുക്കിനി ഈ തുണി മുകളിൽ കൊണ്ട് വിരിക്കണം. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള തറയിലാണ് തുണി വിരിക്കാൻ പോകുന്നത്. ഒരു അരമണിക്കൂറിനുള്ളിൽ തുണി പപ്പടം പോലെ ഉണങ്ങി കിട്ടും. അപ്പോൾ പപ്പടം പോലെ ഉണങ്ങുന്നതിൻ്റെ കൂടത്തിൽ ഞാനും കൂടെ മുകളിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ കരിയില പോലെ വാടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇടാൻ പോവാണ്. പുറത്ത് പോകുമ്പോൾ പോലും യൂഷ്വലി ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ വളരെയധികം വെയിലെന്ന് പറഞ്ഞാൽ വളരെയധികം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇടുന്നതെന്നാണ്, അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ ഇടുന്നതെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇനി സ്കിൻ കെയറിലേക്കൊക്കെ ഒന്ന് കടക്കണം. എന്തായാലും സ്കിൻ കെയറിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പോയി തുണി വിരിച്ചിട്ട് വരാം. എന്താണെന്നറിയില്ല, ഇന്ന് സ്കിൻ കെയറിനെ പറ്റി ഞാൻ കുറച്ചധികം സംസാരിക്കുന്നുണ്ടല്ലേ. നമ്മളിനി ഈ തുണികൾ മോളിൽ കൊണ്ട് വിരിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് പോലെ എളുപ്പമുള്ള കാര്യമില്ല മുകളിൽ കൊണ്ട് വിരിക്കാമെന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവിടെ ചുട്ടു പൊള്ളുന്ന വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് കരിഞ്ഞുണങ്ങിയ പോലത്തെ ഒരു അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് പോയത്. ഓൾറെഡി ഞാനിപ്പോൾ കുറേ ടാൻ അടിച്ചു. എല്ലാവരും ചോദിക്കും വർക്ക് ഫ്രം ഹോം ആയിട്ടും ഇങ്ങനെ ടാൻ അടിക്കുന്നത് എന്താണെന്നറിയില്ല. മേ ബി ഈ തുണി വിരിക്കാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ കയറുന്നതുകൊണ്ടായിരിക്കും. അബി പകൽ സമയത്ത് വീട്ടിലില്ലാത്തത് കൊണ്ട് ഈ തുണി വിരിക്കുക, തുണി പെറുക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ജോലിയായിട്ട് മാറിയിട്ടുണ്ട്.
സൺസ്ക്രീനൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു മുഖത്ത്. എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഇപ്പം നമുക്ക് അകത്ത് പോയിട്ട് വാട്ടർമെലൺ കഴിച്ചാലോ? കണ്ടോ, ഒരു ഫോട്ടോ ഗ്രിഡും സെറ്റ് ചെയ്ത് മുകളിൽ പോയി കുറച്ച് വെയിലും കൊണ്ടപ്പോഴത്തേക്ക് ഞാൻ ആക്റ്റീവായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ വാട്ടർമെലൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് വാട്ടർമെലൺ. അപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ കൊണ്ടിങ്ങനെ വീടിനകത്തേക്ക് തിരിച്ച് കയറുമ്പോഴത്തേക്ക് വെള്ളം മടമടാന്ന് കുടിക്കുന്നതിനേക്കാളും വാട്ടർമെലൺ കഴിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. ഇത് നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത വാട്ടർമെലണാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുടിക്കാനും എന്തെങ്കിലും കിട്ടും, അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനും എന്തെങ്കിലും കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൊച്ചിയിലെ ചൂട് കാരണം ഒരു ഹാഫ് വാട്ടർമെലൺ അത് ഞാൻ ഡെയിലി ഇപ്പം എൻ്റെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഞാനൊരു വർക്കിംഗ് വുമൺ മാത്രമല്ല കേട്ടോ, ഞാനൊരു സ്റ്റുഡൻറ്റും കൂടെയാണ്. 6 കൊല്ലം ഫാം ഡി എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചിട്ടും പഠിക്കുക എന്നുള്ള ഒരു ത്വര എന്നെ വിട്ടങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പഠിക്കാനുള്ള ആഗ്രഹം മൂത്ത് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻ്റായിട്ട് MSc സൈക്കോളജിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ജൂണിലാണ് അതിൻ്റെ എക്സാം വരുന്നതെന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടി. അപ്പോൾ അതിലേക്കുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒന്ന് വെൽ പ്രിപ്പയർഡ് ആവുകയാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റീഡിങ് എന്ന് പറയുന്ന സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ പുറത്തു പോയ സമയത്താണെങ്കിൽ ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ട് നിംന വിജയ് എഴുതിയ ഒരു പുസ്തകം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ഞാൻ നോക്കുകയാണ്. വായിക്കാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ ഞാനിത് വായിക്കാൻ തുടങ്ങും. ഇതാണോ ദൈവമേ സൺകിസ്റ്റ്? ഓക്കെ, അപ്പോൾ ഞാനൊരു മിനി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നെൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30-ക്കാണ്. ഇപ്പം 5:30 ആയി സമയം. ഇനി ജസ്റ്റ് ഒന്ന് കുളിച്ച് സിസ്റ്റമൊക്കെ ഓൺ ചെയ്തിരിക്കാനുള്ളൊരു സമയമേ ഉള്ളൂ. ഞാനെപ്പോഴും ഒരു അരമണിക്കൂർ മുന്നേ സിസ്റ്റം ഓൺ ചെയ്യാറുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇപ്പോഴും കൊതു വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എററുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കിയിട്ട് നമുക്ക് കറക്റ്റ് സമയത്തിന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സമയമില്ല, ഞാൻ വേഗം പോയിട്ട് വരാം. പേഴ്സണലി സൺസെറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കണ്ടോ? അയ്യോ കാണുന്നില്ലേ? അയ്യോ ഇതിൽ കാണുന്നില്ല. ഓക്കെ, ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിക്കാം. അപ്പോൾ ഒരു പണിയും കൂടെ ഇനി ബാക്കിയുണ്ട്. തുണികളൊക്കെ ഒന്ന് പെറുക്കണം. അപ്പോൾ വൈകുന്നേരം ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. വീടിനകത്താണ് എപ്പോഴും ഭയങ്കര ചൂട്. ടെറസിൽ അടിപൊളിയാണ്. ടെറസിൽ രാത്രി അമ്പിളിമാമനൊക്കെ വരും. അപ്പോൾ ഞാൻ എന്തായാലും തുണികളൊക്കെ പെറുക്കിയിട്ട് നമുക്ക് താഴേക്ക് പോകാം. നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങിയിട്ട് 1.5 കൊല്ലം ആയെങ്കിലും പണ്ട് തൊട്ടേ ഞാൻ ഒരിക്കലും ഒരു മോർണിംഗ് പേഴ്സൺ ആയിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ സൺറൈസ് കണ്ടിട്ടുള്ളത് വളരെ മിനിമലായിട്ടായിരിക്കും. ഞാൻ എപ്പോഴും സൺസെറ്റ് കാണുന്ന ഒരാളാണ്. അതെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഒരു ഫാൻറ്റസിയാണ് സൺസെറ്റ് എന്ന് പറയണത്. അപ്പോൾ ഈ സൺസെറ്റൊക്കെ കണ്ട് തുണികളൊക്കെ പെറുക്കുമ്പോൾ ഒരു പ്രത്യേക തരം സുഖം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നെൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് 6:30-ക്കാണ്. അപ്പോൾ ഞാനൊരു 5:30 ആകുമ്പം കുളിക്കാൻ കയറും. എന്നിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഞാൻ സിസ്റ്റം ലോഗിൻ ചെയ്യും. ഞാൻ ആദ്യമായിട്ട് ചെയ്യണ വർക്ക് റുട്ടീൻ വീഡിയോ അല്ല കേട്ടോ ഇത്. ഇതിന് മുന്നേ ഞാൻ 2 വർക്ക് റുട്ടീൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെയും ഈ വർക്ക് റുട്ടീൻ വീഡിയോസ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ട ആളുകൾക്കാണെങ്കിൽ അറിയായിരിക്കും, ഞാൻ മുന്നേ വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു റൂമിലല്ലായിരുന്നു എൻ്റെ വർക്കിംഗ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ് ആയിട്ടാണ് ഈ റൂമിലോട്ട് മാറിയത്. ലാസ്റ്റ് വീക്ക് ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കിടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ റൂമാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ, നല്ല കാറ്റും വെളിച്ചവും ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ സ്ഥിരം വർക്ക് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ഇവിടെ അങ്ങോട്ട് സ്ഥിരമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഹായ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ബാറ്ററി ആയിട്ട് ആളെത്തിയിട്ടുണ്ട്. അഭിയാണെങ്കിൽ ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴാണ് ജോലി കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പം ഞാൻ ലോഗിൻ ചെയ്ത് കഴിയുന്ന സമയം അഭി എത്തുന്ന സമയം ഏകദേശം എപ്പോഴും ടാലി ആവാറുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ ചായ ഇട്ട് കുടിക്കാറ്. അപ്പം ഞാൻ ലോഗിൻ ചെയ്തിട്ട് എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടും. കത്തി പെട്ടെന്ന് ലൈറ്റ് അങ്ങോട്ട് കത്തിയപ്പോഴുള്ള എൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടത്. എനിവേ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. എനിക്കിങ്ങനെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ചുമരിലൊക്കെ തൂക്കിയിടാനും അതിങ്ങനെ കണ്ട് രസിക്കാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്.
അപ്പോൾ ഇതിട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ മൺഡേ സിക്നെസ്സൊക്കെ പമ്പ കടന്നു. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ തൊട്ട് എനിക്ക് കോഫി ടേസ്റ്റിലുള്ള ഐസ് ബാർ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു റീല് കണ്ടതിന് ശേഷം. അപ്പോൾ അബി ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പം എനിക്കിത് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് 6:30 ആയപ്പോൾ എൻ്റെ ഷിഫ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു പെർട്ടിക്കുലർ പ്രൊവൈഡറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ സ്ക്രൈബിങ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളെല്ലാം പിന്നെയും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ചളവാക്കുന്നില്ല. ഈ ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ടൈപ്പിംഗ് പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലേ തൊട്ടിട്ട് ചൂണ്ടുവിരലുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തിയാണ് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഞാൻ ഈ പണ്ടൊക്കെ ഈ ഫോറിനേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും, വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, അതും പിങ്ക് കളറിലുള്ള കീബോർഡിലൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഈ ജോലിക്ക് വന്നപ്പോൾ നമ്മളും ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടത് ഒരു അനിവാര്യതയായിട്ട് മാറി. നമ്മുടെ സ്കൂളുകളിലൊന്നും ഇങ്ങനെ നല്ല രീതിയിൽ ടൈപ്പിംഗ് ഒന്നും പഠിപ്പിക്കുന്നില്ല. പുറം നാടുകളിൽ പഠിപ്പിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ, അറിയില്ല. എനിവേ, അപ്പോൾ ഞാൻ ടൈപ്പിംഗ് പഠിച്ചത് typing.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ്. മാത്രമല്ല നമുക്ക് ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവർ ടൈപ്പിങ്ങിനൊക്കെ സെപ്പറേറ്റ് ട്രെയിനിങ്ങും തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നല്ല ശാസ്ത്രീയമായ രീതിയിൽ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ടൈപ്പ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ typing.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി ടൈപ്പിംഗ് പഠിക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അതിലാണെങ്കിൽ നമുക്ക് ഗെയിംസൊക്കെ കളിച്ചിട്ടും ടൈപ്പിംഗ് ഒക്കെ പഠിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഷിഫ്റ്റിൻ്റെ ഫസ്റ്റ് ഹാഫ് ഏകദേശം ഇവിടെ തീരാണ്. 6:30 തൊട്ട് 9:30 വരെയാണ് ഫസ്റ്റ് ഹാഫ്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ലഞ്ച് ബ്രേക്കിനുള്ള സമയമാവും. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ പ്രൊവൈഡർ വന്നിട്ട് അന്നത്തെ പേഷ്യൻസിൻ്റെ ഫിസിക്കൽ എക്സാം ഒക്കെ ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യണ പരിപാടിയാണ് ഇനി ബാക്കിയുള്ളത്. Hi doctor, I'm good. How are you? Yeah, it's already 1 o'clock. It started Blakely. Doctor, for Blakely start, I didn't do it, and another scribe did it, but I can fill the physical exam. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവ് സ്ക്രൈബിംഗ് ആണ്. ലൈവ് സ്ക്രൈബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡോക്ടറും പേഷ്യൻറ്റും വിസിറ്റ് നടക്കുന്ന അതേ സമയത്ത് ഇവിടുന്ന് അത് ലിസൺ ചെയ്തിട്ട് ഓൺ ദ സ്പോട്ടിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് ലൈവ് സ്ക്രൈബിംഗ്. പിന്നെ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഓഡിയോസ് വെച്ചിട്ട് ചെയ്യുന്ന സ്ക്രൈബിംഗും ഉണ്ട്. അതിനെ നമ്മൾ നോൺ ലൈവ് സ്ക്രൈബിംഗ് എന്ന് പറയും. I'll finish up the notes, doctor. Thank you. ലൈവ് സ്ക്രൈബിൽ നമ്മൾ എപ്പോഴും ഡോക്ടറിൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നത് പോലെ ഒന്നും ബ്രേക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയം കൂടെ ഒരു വിസിറ്റിനായിട്ട് പോയി. അതായത് ലാസ്റ്റ് ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുന്നേ വന്ന പേഷ്യൻറ്റ് കുറച്ചധികം സമയം എൻകൗണ്ടറിന് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ നമുക്കാണെങ്കിൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. ഞാൻ ഈ ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് EST ടൈമിംഗ് വെച്ചിട്ടാണ് കേട്ടോ. അമേരിക്കയിൽ ഇപ്പോൾ ഉച്ചയാണല്ലോ സമയം. അതുകൊണ്ട് നമുക്ക് ലഞ്ച് ബ്രേക്ക് അധികം കിട്ടിയില്ല. അപ്പോൾ എനിക്കായാലും ഡോക്ടർക്കായാലും 5 മിനിറ്റ് സമയം മാത്രമേ ലഞ്ച് ബ്രേക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള 2 പേഷ്യൻസ് ഓൾറെഡി അവിടെ വന്ന് വെയിറ്റിങ്ങിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേഗം കഴിച്ചിട്ട് എണീറ്റ് ഓടുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എന്നും എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടുണ്ടാവാറില്ല കേട്ടോ. ഇതിപ്പോൾ കുറേ കാലം കൂടിയിട്ടാണ് നമുക്ക് മര്യാദയ്ക്കുള്ളൊരു ലഞ്ച് ബ്രേക്ക് കിട്ടാത്തൊരു ദിവസം വന്നിട്ടുള്ളത്. സാധാരണ 20 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ലഞ്ച് ബ്രേക്ക് മിനിമം കിട്ടാറുണ്ട് കേട്ടോ. അമേരിക്കൻസ് ഇന്ത്യക്കാരെ പോലെയല്ല. അവർ തിങ്കൾ മുതൽ വെള്ളി വരെ പട്ടിയെപ്പോലെ പണിയെടുത്തിട്ട് ശനിയും ഞായറും വീക്കെൻഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. സോ US ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ എനിക്കും ഈ ഒരു ടൈമിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ അവിടുത്തെ രാവിലെ ഇവിടുത്തെ രാത്രി നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഡോക്ടറിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ എൻ്റെ ഡോക്ടർ ആഴ്ചയിൽ 3 ദിവസം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 2 ദിവസം ഞാൻ ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്നല്ല, എനിക്ക് സിസ്റ്റം ലോഗിൻ ചെയ്യണം. എനിക്ക് ഷാഡോയിങ് പോലുള്ള ആക്ടിവിറ്റീസോ കവറേജ് പോലുള്ള ആക്ടിവിറ്റീസോ ഒക്കെ ഉണ്ടാവും. ഷാഡോയിങ് എന്താണ്, കവറേജ് എന്താണെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്തായാലും ചെക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
എൻ്റെ ഒരു ദിവസത്തെ ഒരു വർക്ക് റൂട്ടീൻ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് കേട്ടോ ഈ വീഡിയോയ്ക്കുള്ളത്. അല്ലാതെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്ക്രൈബുകളും ഇങ്ങനത്തെ രീതിയിലാണ് വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അവർ വർക്ക് ചെയ്യുന്ന പ്രൊവൈഡറിനനുസരിച്ചിട്ട് അവരുടെ സ്കെഡ്യൂൾ മാറും, അവരുടെ കാര്യങ്ങൾ മാറും. എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഭയങ്കര അടിച്ചുപൊളിയായിട്ടാണ് സംസാരിക്കാറ്. ഞങ്ങൾ വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ചില ഡോക്ടർമാർ സ്ക്രൈബുകളുടെ അടുത്ത് സംസാരിക്കാറ് പോലുമില്ല. അവർ ചിലപ്പോൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് ചാറ്റ് ചെയ്യുക മാത്രമായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ മാത്രമാണ് സ്ക്രൈബിംഗ് എന്ന് ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക. നിങ്ങളുടെ കംപ്ലീറ്റ് വർക്ക് റുട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്ന ഡോക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. Thank you so much, doctor. I'll finish up the notes. Yeah, talk to you tomorrow. Take care. Bye.